സ്വർഗീയ പിതാവേ, സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ അങ്ങയെ പാടി അങ്ങേക്ക് മഹത്വം കരറ്റുവാൻ ഒരു ആരാധനാ ദിവസം കൂടെ കർത്താവിന് തന്നല്ലോ. ഒരാഴ്ച ഞങ്ങളെ വിട്ട് കടന്നുപോയി. ആഴ്ചയുടെ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് കൈക്ക് പിടിച്ച് യവനേശ്വരായി കൂടെയിരുന്നു. ഇന്നയോളം നടത്തിയ ദൈവകൃപയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് രക്ഷിച്ച വിധങ്ങളെ, കൊണ്ടുവന്ന വഴികളെയൊക്കെ ഓർത്ത് അങ്ങേ നന്ദിയോട് സ്തുതിക്കുവാൻ അവിടുന്ന് മാത്രമാണ് യോഗ്യനെന്ന് പറഞ്ഞ് അങ്ങേ വാഴ്ത്തുവാൻ ദൈവം ഒരുക്കുന്ന സന്ദർഭങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്ന് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങേ ദർശിച്ച് അങ്ങിൽ നിന്ന് കേട്ട് അങ്ങേക്ക് തന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടുന്ന് മടങ്ങുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുക്കണമേ. ദൈവനാമം മഹത്വം എടുക്കണമേ. ഈ ആലയത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെയും ദൈവകൃപ വ്യാപരിക്കുന്നത് ശരീരത്തിലും ആത്മാവിലും മനസ്സിലും അനുഭവിച്ചറിയുവാൻ എല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമി എല്ലാം കൊണ്ട് മഹത്വം എടുക്കും തൃക്കരങ്ങളെ കേൾപ്പിക്കുന്നു. പ്രാർത്ഥന കർത്തിക്കാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒന്നിച്ച് ചെറിയ സങ്കീർത്തനം 100-ാം സങ്കീർത്തനം, സാംസ് 100 ഒന്നിച്ച് പാടി ദൈവത്തിൻ്റെ മഹത്വം കരയറ്റാം. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് ചേർന്ന് നമുക്ക് പാട്ടുകളെ പാടി ആരാധിക്കണം. രാമദാസൻ പാസ്റ്റർ ലിജി അതായത് തൊണ്ടയ്ക്കൊരു അല്പം പ്രയാസമുള്ളതാണ് മുൻപോട്ട് വന്ന ഒന്നും ശുശ്രൂഷയിൽ ലീഡ് ചെയ്യാത്തത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഞങ്ങൾ തമ്മിൽ ഓക്കെയാണ്. വിചാരിക്കത്തില്ലയോ എന്തോ പറ്റി, അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ടും കയറുന്നില്ലല്ലോ എന്ന്. പാസ്റ്റർക്ക് സുഖമില്ലെന്ന് പറയാം. 100-ാം സങ്കീർത്തനം. സകല ഭൂവാസികളുമായുള്ളവരെ ഒന്നിച്ച് വായിക്കാം. യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകൾ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവനെ സ്തോത്രം ചെയ്തവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ. കർത്താവിനെ സ്തുതിക്കാമോ? കർത്താവിനെ സ്തുതിക്കാം. ആ ലാസ്റ്റ് വേർഡ് NIV എഴുതിയിരിക്കുന്നത് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് കണ്ടിന്യൂസ് ത്രൂ ഓൾ ജനറേഷൻ. ത്രൂ ഓൾ, ഒരു തലമുറ കടന്നു പോയാലും അവൻ്റെ വിശ്വസ്തത മാറുന്നില്ല. ആ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം സേവിപ്പാൻ നാം കടന്നു വന്നിരിക്കുന്നത്. ഒന്നിച്ച് അതുകൊണ്ട് സന്തോഷത്തോടെ വല്ലതും ചെയ്യുവാണെങ്കിൽ എങ്ങനെ വേണം? സന്തോഷത്തോടെ. അടുത്തത് സംഗീതത്തോടെ അവൻ്റെ സന്നിധി. പിന്നെ അടുത്തത് എന്താ കാര്യം? യഹോവ തന്നെയാ ദൈവം, വേറൊരു ദൈവമില്ല. അതാ വിഷയം. അടുത്തത് അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവ, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന. അതെ, അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ അവൻ്റെ വാതിലുകളിൽ. അടുത്തത് സ്തുതിയോടെ വരുവീൻ, അവനെ സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. അതുകൊണ്ട് പാട്ടിലേക്ക് പോകുന്നതിന് വെച്ച് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം 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 സ്തോത്രം. ഒന്നിച്ച് കർത്താവിന്റെ കരങ്ങളൊക്കെ അടിച്ചാൽ പാടിയാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അമ്മേ, അങ്ങയുടെ ആടുകളായ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നു. അങ്ങേക്ക് സ്തുതിയും ആരാധനയും ബഹുമാനവും നന്ദിയും പുകഴ്ചയും അർപ്പിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഉള്ളമേ സ്തുതിക്ക നീ പരനേ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തന്റെ
പിതാവിനെ, എന്റെ പൂർണ്ണ അന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി, തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഓ ജീവന്റെ പുതുമാർഗം നമുക്ക് തുറന്നു ഓ കൃപാസനത്തോളം ഈ പ്രഭാതത്തിനും അടുത്തു വന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഓ ഞങ്ങൾക്ക് നൽകി തന്ന വലിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. എന്റെ അന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ഓ എൻ മനമേ വാഴ്ത്തുക. ഓ അങ്ങാണ് ഞങ്ങളുടെ ഇടയൻ, അങ്ങാണ് ഞങ്ങളുടെ പരിപാലകൻ, അങ്ങാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ തിരശ്ശീല എന്തി ഞങ്ങളെ വീണ്ടെടുത്ത ദൈവ സ്നേഹത്തിന്റെ ആ സ്നേഹം എന്താ അതിശയമേ, ആ സ്നേഹം എന്താ അതിശയമേ. ഓരോ ദിവസവും വൻകൃപയിൽ ഞങ്ങളെ നടത്തുന്ന, ഓരോ ദിവസവും കരം പിടിച്ചു നടത്തുന്ന, ഓരോ ദിവസവും ദൈവകൃപയിൽ നടത്തുന്ന ആ സ്നേഹം അതിശയമേ, ആ സ്നേഹം അതിശയമേ. പ്രത്യാശയാൽ നിറച്ച്, കൃപയാൽ നിറച്ച്, ആത്മാവിനാൽ നിറച്ച്, അഭിഷേകത്താൽ ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെ നടത്തുന്ന നിങ്ങളുടെ കൃപ 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 കൃപയോർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്ന പഹ. ആമേൻ 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 ആമേൻ. ഓ സ്നേഹം എത്ര അതിശയമേ, ആ സ്നേഹം എത്ര അതിശയമേ. അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് പുകഴ്ചയ്ക്ക് യോഗ്യൻ. അതുകൊണ്ട് എൻ്റെ പൂർണ്ണ അന്തരംഗവുമായി, എൻ്റെ പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ കർത്താവുമായ അങ്ങേ ആരാധിക്കും. ഓ എനിക്ക് അങ്ങയുടെ സരിയിലേക്ക് പ്രവേശനമില്ലായിരുന്നു, എങ്കിലും അങ്ങയുടെ ദേഹമെന്ന തിരശ്ശീല എനിക്ക് വേണ്ടി ചിന്തി. ഓ ദേഹമെന്ന തിരശ്ശീല എനിക്ക് വേണ്ടി ചിന്തി. ആ കൃപാസനത്തിലേക്ക് ഏത് സമയത്തും അടുത്തു വരുവാൻ ഈ ഭാഗ്യവദവി തന്നതിന് ആരാധന, ആരാധന, സ്തുതി, മഹത്വം, പുകഴ്ച, വന്ദനം അങ്ങേക്ക് അർപ്പിക്കുന്ന പഹ. ആരാധനയ്ക്ക് യോഗ്യൻ അങ്ങ് മാത്രമാകിയാൽ, സ്തുതികൾക്ക് യോഗ്യൻ അങ്ങാകിയാൽ അങ്ങേ വാഴ്ത്തുന്ന പഹ. നന്ദി 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 കർത്താവേ. ആമേൻ. അങ്ങ് നല്ലവനാകിയാൽ, അങ്ങ് വല്ലവനാകിയാൽ അങ്ങേ സ്തുതിക്കുന്ന പഹ. മഹത്വം 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 മഹത്വം. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ സ്തുതിച്ചിടുക
ഞങ്ങളുടെ രക്ഷയുടെ പാറയ്ക്ക്, രക്ഷയുടെ പാറയ്ക്ക്, രക്ഷയുടെ പാറയ്ക്ക്. ഓ ബഹുമാന മഹത്വം സ്തുതി സ്തോത്രം. ഓ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിയും പുകഴ്ചയും ബഹുമാനവും മഹത്വവും ആരാധനയും വന്ദനവും സ്വീകരിപ്പാൻ അങ്ങ് മാത്രം യോഗ്യനാകയാൽ അങ്ങേക്ക് മഹത്വം, മഹത്വം, മഹത്വം. ഞങ്ങളുടെ നാവിൽ പുതിയ പാട്ട് തന്ന് അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഓ ആഴമായ ചേറ്റിൽ ഞങ്ങളെ കരേറ്റി ക്രിസ്തുവാകുന്ന പാറമേ ഉറപ്പിച്ചു നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന്, നമ്മുടെ ദൈവത്തിന്, നമ്മുടെ വീണ്ടെടുപ്പുകാരന്, നമ്മുടെ കർത്താവിന് സ്തുതി, 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 സ്തുതി. അങ്ങേക്ക് ആരാധന, മഹത്വം, എല്ലാ പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവ്. സ്തുതിക്ക് യോഗ്യൻ അങ്ങ് മാത്രം, പുകഴ്ച യോഗ്യൻ അങ്ങ് മാത്രമാകിയാൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ദൂതന്മാർ ആരാധിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ സ്തുതിയും പുകഴ്ചയും ആരാധനയും ബഹുമാനവും വന്ദനവും അർപ്പിക്കുന്ന കർത്താവേ, മഹത്വത്തിന് യോഗ്യൻ അങ്ങാകിയാൽ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ അങ്ങാകിയാൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന് യോഗ്യനങ്ങ്, സ്തുതികൾക്ക് പുകഴ്ചയ്ക്ക് ആരാധന വന്ദനത്തിന് യോഗ്യനങ്ങാകിയാൽ സകല ബഹുമാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തോത്രവും എല്ലാ വന്ദനവും അങ്ങ് കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് മോൻസ് ഞാൻ പ്രാർത്ഥിക്കാനായി അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഒരിക്കൽ കർത്താവിൻ്റെ പാദപീഠമായിരിക്കും. മഹത്വാനായ കർത്താവിനെ മഹത്വത്തോടെ ആരാധിക്കാം. ദൈവമൊരുക്കിയ സന്ദർഭങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ആത്മാവിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നാം ആരാധനയ്ക്കും സ്തോത്രത്തിനും സ്തുതിക്കും മഹത്വത്തിനും അവൻ യോഗ്യനാണ്. ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിശുവിനും തൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് I request the youngsters to come forward. He's coming on the clouds, kings and kingdoms will bow down, and every chain will break as broken hearts declare his praise. For who can stop the Lord Almighty? Our God is the Lion of Judah. He's roaring with power and fighting our battles. Every knee will bow before him. Our God is the Lamb that was slain for the sins of the world. His blood breaks the chains. Every knee will bow before the Lion and the Lamb. Every knee will bow before him. Romans 8 verse 18. I consider that your present suffering is not worth comparing to the glory that will be revealed in you. Ask and it will be given to you. Seek and you will find. Knock and the door will be open to you. Matthew 7:7.
This is the day that the Lord hath made. I will rejoice and be glad in it. Psalm 118, verse 24. Joshua 24, verse 14. As for me and my house will serve the Lord. The earth is the Lord's and everything in it. The world and all the people belongs to him. Psalms 24, verse 1. Enters gate with thanksgiving, in his court with praise. Give thanks to him and praise his name. Psalms 100, verse 4. Enter his gate with thanksgiving, his court with praise. Give thanks to God and praise his name. Psalm 104. Praise God. Romans 5, verse 12. Therefore, just as sin entered the world through one man, death through sin, and in this way, death came to all men because all sinned. But those who hope on the Lord will renew their strength. They will soar on wings like eagles. They will run and not grow weary. They will walk and not be faint. Isaiah 40, verse 31. Psalm 119, verse 7. I will praise you with an upright heart as I learn your righteous laws. Philippians 3, verse 20. For our citizenship is in heaven, and from where also we eagerly await a Savior, the Lord Jesus Christ. Consider our pure joy, my brothers, whenever you face the trials of many kinds, because you know that testing of your faith develops perseverance. Philippians 2:12. Then, brethren, just as you've always obeyed, not only in my presence, but much more in my absence, but work out your salvation with fear and trembling. Joshua 1:9. Be strong and courageous. Do not be afraid, for the Lord your God will be with you wherever you go. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. ബെറ്റ്സൽ ബ്രദർ പ്രാർത്ഥിക്കും, പക്ഷെ ഒന്നിച്ച് അല്പനം പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ ദാനങ്ങൾ ദൈവസഭയിൽ അവർ കടന്നു വന്ന് സ്വർഗത്തിൽ നീക്ക് സ്ഥിരമാക്കപ്പെട്ട വചനമാണ് പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ അവർക്ക് വേണ്ടതുപോലെ ആ വിഷയത്തിൽ ഗ്രാഹ്യമില്ലെങ്കിലും ഉൾനട്ട വചനമായി അത് വളരുവാൻ അവൾ വളരുന്തോറും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്നവരായി കർത്താവിൻ്റെ നാമത്തിന് മുഖത്തുകൂടി കുഞ്ഞുങ്ങളായിത്തീരുവാൻ അവരുടെ തക്ക സമയത്ത് കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി നിൽപ്പാൻ കൃപ കൊടുക്കേണ്ടതിന് ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ഈ വരുന്ന ആഴ്ചയിൽ സ്കൂളും കോളേജും ഒക്കെ തുറക്കുന്നല്ലോ. ദൈവമായ കർത്താവ് കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബെറ്റ്സൽ ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. Thank you, Lord. Amen. Okay, thank you. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന നമ്മുടെ വാത്സല്യ പ്രിയപ്പെട്ടവർ ഇതിനെ ഒന്ന് ഹാൻഡ് ചെയ്യണേ.
സൂമിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ, ആലയത്തിലുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് കർത്താവിൽ സ്തോത്രം. ഇന്നത്തെ ചിന്തനത്തിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം ജോൺ ചാപ്റ്റർ 20 20-ാമത്തെ അധ്യായം 3 മുതലുള്ള ചില വാക്യങ്ങൾ. മതി, താങ്ക് യു. അതിൻ്റെ 6, 7, 8 ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു. The Simon Peter came before him and went into the tomb, and he saw the linen clothes lying there, and the handkerchief that had been around his head, not lying with the linen clothes, but folded together in a place by itself. Then the other disciple who came to the tomb first went in also, and he saw and believed. അവൻ്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്നു. കല്ലറയിൽ കടന്നു. ശിലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കിലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അതുവരെ അവരത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. കണ്ടു, വിശ്വസിച്ചു. ഒരു വേദഭാഗം കൂടെ ഇതിനോട് ചേർന്ന് ഞാൻ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ വേദഭാഗമാണ് എൻ്റെ മെസ്സേജിൻ്റെ മെയിൻ കൺക്ലൂഷൻ. For God is not unjust to forget your work and labor of love, which you have shown toward his name, in that you have ministered to the saints and do minister. ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളമാൻ മറക്കാത്തവനാണെന്നല്ലേ എൻ്റെ അർത്ഥം. തക്കവണ്ണം അനീതിയുള്ളവനല്ല. God remembers our deeds. നമ്മുടെ പ്രവർത്തികളെ ഓർക്കുന്നവൻ. നമ്മുടെ പ്രവർത്തികളെ ഓർക്കുന്നവൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, അടിയനോട്, അടിയൻ്റെ പ്രിയപ്പെട്ടവരോട് ഹൃദയമായി സംസാരിക്കണം. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ താല്പര്യമുണ്ട്. മാധുര്യമേറിയ വചനം ഞങ്ങളുടെ ഹൃദയമായി ഇടപെടണമേ. ഞങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കണമേ. ചോദ്യങ്ങൾക്ക് മറുപടി ആയിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.
ആദ്യം വായിച്ച വേദഭാഗം വളരെ ശ്രദ്ധിച്ചിരിക്കണം. മോനെ ഇതൊക്കെ മാറ്റിയത് മറ്റേ പോരട്ടെ ക്യാമറ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിൽ, അവസാനത്തെ ചില ദിവസങ്ങളിൽ ഗദസമന, പിന്നീട് ഗബദ, പിന്നെ ഗോൽഗോഥ. ഗോൽഗോഥായിൽ തൻ ജീവനെ ഏൽപ്പിക്കുന്നു, ആത്മാവിൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഈ ലോകത്തിലെ ശുശ്രൂഷ അവസാനിക്കുന്നു എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിൽ അവിടെ കഴിയുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനയിൽ എൻ്റെ മുമ്പിൽ കൂടി പോയ ചില ആശയങ്ങളാണ് നിങ്ങളും അത് എന്നോട് സംസാരിച്ചതാകട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുമെന്ന് വിചാരിക്കും. ഒരിക്കലും ഞങ്ങളോട് സംസാരിക്കാത്തതൊന്നും നിങ്ങളുമായി ഷെയർ ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഈ വായിച്ച വേദഭാഗമല്ല, അവിടുത്തെ വരും. എൻ്റെ ചിന്താവിഷയം ഒരു ഫ്യൂണറൽ സർവീസാണ്. ആഹാ, നിങ്ങളാരും ദുഃഖത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. ഇവിടെ ആരും കരയാൻ നോക്കാനൊന്നുമില്ല. സ്തോത്രം. എൻ്റെ ചിന്താവിഷയം ഒരു ശവസംസ്കാരത്തിൻ്റെ സിറ്റുവേഷൻ. നിങ്ങൾക്കറിയാമല്ലോ, യേശുവിനെ ക്രൂശിൽ നിന്ന് ഇറക്കി. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ തന്നെ പലരുമില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ടോ ക്രൂശിൻ്റെ അരികിൽ എന്നൊരു ടോപ്പിക്ക് പറഞ്ഞത്? ക്രൂശിൻ്റെ അരികിൽ കാണണമെന്ന് വിചാരിച്ച പലരുമില്ലായിരുന്നു. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ആരംഭമായി കാനാവിൽ കല്യാണം. ആ ഭവനത്തിൻ്റെ നിന്നയെ മാറ്റിയത് നസ്രായനാണ്. പക്ഷെ അവരവിടെ ഇല്ല. 18ഉം 12ഉം വർഷമായി സുഖമില്ലാതെ ഭാരപ്പെട്ടവരുടെയൊക്കെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ ഇവനാ. അവരാരും അവിടെ ഇല്ല. അവിടെ ലാസറില്ല, അവിടെ മാർത്തയില്ല, അവിടെ മറിയയില്ല. ആ നിലയിൽ ഞാൻ അവരാരും കുറ്റം പറയുവാൻ അങ്ങനെ ചിന്തിക്കരുത്. കാണേണ്ടവർ കാണാതിരിക്കുമ്പോൾ കാണേണ്ടാത്ത ചിലർ വരുന്നതാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അന്നുള്ളത് മഗ്ദലക്കാരത്ത് മറിയമുണ്ട്, വേറെ ഒന്നിനും മറിയമാരുണ്ട്, ഈ യോഹന്നാനും അവിടെയുണ്ട്. ഏതാ? കല്ലറയ്ക്കൽ. ക്രൂശിൽ കഴിഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. എല്ലാവരും പോയി. പിന്നീട് അടുത്തതൊന്നുമില്ലേ? നമ്മുടെ ആ സാഹചര്യം അവനെ ചിന്തിച്ച് നോക്കി. ഒരാളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, നമ്മൾ വീട്ടിൽ പോയി, എന്തെങ്കിലും ആട്ടെ, ചിന്തിക്കുമോ? ഇല്ല. അടുത്ത ശുശ്രൂഷയ്ക്ക് ഒരു കുഞ്ഞുമില്ല. അവിടെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ അവിടെയില്ല. ഒരൊറ്റ ശിഷ്യന്മാരുമില്ല. നമ്മളിവിടെ വായിച്ചല്ലോ, ഓടി വന്നു, മുമ്പിലോടി പുറയിലോടി എന്നൊക്കെ. അവരൊന്നും ഫ്യൂണറൽ സർവീസിനില്ല. സ്തോത്രം. പിന്നെ ദൂരമേ നിന്ന് ചില സഹോദരിമാരെ വെക്കുന്ന സ്ഥലം കണ്ടിട്ട് പോയി എന്ന് വായിക്കുന്നുണ്ട്. പക്ഷേ അടക്കത്തിന് വേണ്ടി ഒരുക്കത്തിൽ ആരുമില്ലായിരുന്നു. സ്തോത്രം. യേശു കർത്താവ് ഈ ഭൂമിയിൽ 3.5 വർഷം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പരീശന്മാരെയും സാദുക്യരെയും വിമർശിച്ചിട്ടുണ്ട്. അവരെ ശകാരിച്ചിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. അവരുടെ പോക്ക് കണ്ടിട്ട് പലതും അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, അവൻ്റെ ബോഡി ഏറ്റുവാക്കിയ 2 പേർ. പ്രൈസ് ദി ലോർഡ്.
അവൻ്റെ ബോഡി ഏറ്റുവാക്കിയ രണ്ടുപേർ. ഇവിടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ ദൈവം ഇപ്പോൾ ഒന്നും വായിക്കണ്ട, ഞാൻ പറഞ്ഞു കേട്ടാൽ മതി. അവൻ്റെ ബോഡി ഏറ്റുവേറ്റിയ രണ്ടുപേർ. ഒന്ന്, രഹസ്യത്തിൽ അവൻ്റെ ശിഷ്യനായിരുന്ന, അവനെ സ്നേഹിച്ച, അവൻ സ്നേഹിച്ചതായിട്ടൊന്നും എഴുതിയിട്ടില്ലെങ്കും, അവനെ സ്നേഹിച്ച സാധുക്യനായ അരിമത്യയിലെ യോസേഫ്. പ്രൈസ് ദി ലോർഡ്. അവനാണോ വരേണ്ടത്? അല്ല. രണ്ട്, യഹൂദന്മാരിൽ പരീശനായ നിക്കോദിമോസ്, യഹൂദന്മാരുടെ പ്രമാണിയാവൻ, അവനാണോ ഈ ശുശ്രൂഷയ്ക്ക് വരേണ്ടത്? അല്ല. ഒരു കാര്യം മറന്നു പോകരുത്, പ്രതീക്ഷിക്കാത്തവർ വരാതിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തവരെ കൊണ്ട് നിന്റെ വിഷയത്തിന് പരിഹാരം പെടുന്ന ദൈവമാണ് നിങ്ങളുടെ ദൈവം. വിശ്വസിക്കാമോ? കഴിഞ്ഞ ആഴ്ചത്തെ ടോപ്പിക് ഓർക്കുന്നുണ്ടോ? എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ട്. പ്രതീക്ഷിക്കാത്തതിനെ പ്രതീക്ഷിക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പലരും സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടില്ലേ? ഏതെല്ലാം സാഹചര്യം വന്നാലും ഇന്നാരൊക്കെ എന്നോട് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു സഹോദരനൊക്കെ പറയാനേ, ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ മാത്രം സഹോദരൻ പറഞ്ഞാൽ മതി. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നവർ, സഹകരിക്കുന്നുവെന്ന് വിചാരിക്കുന്നവർ മാറി നിൽക്കുമ്പോൾ ഇന്നോളം വന്നതെങ്ങനെ? പ്രതീക്ഷിക്കാത്ത ചിലരെ കൊണ്ട് നമുക്ക് വേണ്ടി കരുതിയ ഒരു ദൈവമില്ലേ? ആ ദൈവത്തെ ഇന്ന് രാവിലെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പ്രതീക്ഷയ്ക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു, എൻ്റെ വാക്ക് മുമ്പോട്ട് പോട്ടെ, പെട്ടെന്ന് പോട്ടെ. ഞാൻ ശിഷ്യന്മാരെ ഒന്നും കുറ്റം പറയുകയല്ല, പക്ഷേ ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. അതൊരു നമുക്ക് ഗുണപാഠമായിരിക്കട്ടെ. ചെയ്യേണ്ട സമയത്ത്, മുൻപും വേണ്ട പിന്നെയും പറ്റത്തില്ല. കർത്താവിൻ്റെ വേലയ്ക്ക്, ഞാൻ പലപ്പോഴും പറയും വേലക്കാരോട്, കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ അവൻ വിളിക്കുന്ന സമയത്ത് അറിയിക്കണം. നേരത്തെ പറയരുത്, എഫക്റ്റീവ് ആകത്തില്ല. പിന്നെ വിചാരിക്കരുത്, എഫക്റ്റീവ് ആകത്തില്ല. എല്ലാത്തിനും ദൈവത്തിന് സമയമില്ലേ? സമയാസമയങ്ങളിൽ തൻ്റെ പ്രവൃത്തി നമ്മിൽ തികയ്ക്കുന്ന ദൈവത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിൻ്റെ 3.5 വർഷ ശുശ്രൂഷയിൽ അവനോട് സ്നേഹം കാണിച്ച്, നമ്മുടെ വിഷയം എന്തുവാ? അവൻ നമ്മുടെ പ്രവൃത്തി അറിയുന്നു എന്നല്ല, ഓർക്കുന്നു. ശരിയല്ലേ? അവൻ നമ്മുടെ പ്രവൃത്തി ഓർക്കുന്നേ. അറിയുന്ന അവിടെ നിൽക്കട്ടെ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ സമയത്ത് അവനെ സ്നേഹിക്കുന്നവർ, അവനോട് കൂടെ നടക്കുന്നവർ, മാറോട് ചേർന്ന് കിടക്കുന്നവർ പലരും ഉണ്ടാകും, അറിയാമല്ലോ. പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ ഇവരാരുമില്ല. അത് ക്രൂശീകരണത്തിന് മുമ്പും ചിന്തിക്കാം നമുക്ക്. ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു, ആരാണ് ബോഡി എടുത്തിട്ട് പോയി, ആരാണെന്ന് പോലും ആരും അന്വേഷിച്ചില്ല. പാവപ്പെട്ട സ്ത്രീകൾ ദൂരമേ നിന്ന് കണ്ടു. യഹൂദ മര്യാദ പ്രകാരം ആ ശവശരീരത്തിന്മേൽ സുഗന്ധവർഗം പൂശണം. അവർക്കറിയാം ചില സിസ്റ്റം കഷ്ടം. അവർക്കറിയത്തില്ല പൂശേണ്ടവൻ പൂശിയെന്ന്. മനസ്സിലായോ? ആര് പൂശി? നിക്കോദിമസ് കൊണ്ടുവന്നു. പക്ഷെ ഒന്നുകൂടെ വായിച്ചാട്ടെ. മതി.
നിക്കോദീമസ് അവൻ സ്നേഹിച്ച് ശിഷ്യനായിരിക്കുന്ന അവിടെ മേളിൽ. മറ്റവരാരാ? ഈ ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്തു, പക്ഷെ പലരും അറിഞ്ഞില്ല. അപ്പൊ അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിലാരെ അഭിനന്ദിക്കണം? മനസ്സിലായില്ല? അതൊക്കെ ശരിയാ. സഹോദരിമാരെ, ഇത് നിങ്ങളെപ്പറ്റി പറയാം. നിങ്ങളൊന്നും എല്ലിയോ അതിലാരെ അഭിനന്ദിക്കണം? സഹോദരിമാരെ. മറിയ അവിടെ നിൽക്കട്ടെ, എല്ലാവരും ഉണ്ട്. പലരും ചേർന്നല്ലേ പോയത്. ആ സ്ത്രീകൾ ആ സ്ഥലം കണ്ടിട്ട് പോയിട്ട് എന്തെടുക്കുമായിരുന്നു? ഞങ്ങൾക്ക് ചില കാര്യം അവന് വേണ്ടി ചെയ്യണം. ചെയ്യാൻ കഴിയുന്നത് ചെയ്യുന്നേ, എല്ലാം ചെയ്യുന്ന കർത്താവ് പറയുന്നുണ്ടോ? ഒരു സഹോദരിയെ പറ്റി കർത്താവ് എന്ന് പറഞ്ഞാൽ അവൾ തന്നാൽ അതേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളെ കൊണ്ട് കഴിയാത്തത് എടുത്ത് ചാടി ചെയ്യാനൊന്നും ദൈവം പറയത്തില്ല. നമ്മെ കൊണ്ട് കഴിയുന്നത് ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്റെ വിഷയം ഈ റിമെമ്പർ, അവൻ ഓർത്തു. ഓർക്കണമെങ്കിൽ കാണണം, ഇല്ലയോ? ഒരു കാര്യം കാണാതെ ഓർക്കുമോ? ഇല്ലെന്നേ. അങ്ങനെയാണെങ്കിൽ ആഴ്ചവട്ടത്തിൽ യേശു കർത്താവ് മരിച്ചുപോയി. നമ്മൾ മരിച്ചുപോയി കിടക്കുന്നതിൻ്റെ ശേഷം നമ്മൾ പറയുന്നതെല്ലാം പുള്ളി കേൾക്കുന്നുണ്ടോ? ദയവ് ചെയ്ത് ഈ ആവശ്യമില്ലാത്ത പണിക്കാർക്ക് പണി പോവല്ലേ കേട്ടോ. വല്ലതും പറയാനുണ്ടെങ്കിൽ നീ നേരെ വന്ന് പറയാൻ മതി, എഴുതി തന്നാൽ മതി. ആ പുള്ളിക്കൊന്നും കേൾക്കാനും വയ്യെന്നേ. എന്താ വല്ല ബൈ ചാൻസ് എഴുന്നേറ്റ് വന്നാൽ പുള്ളി തന്നെ തരുന്നു, ഞാൻ തന്നെയാണോ നോക്കും. അത്ര പൊക്കി പറയുന്നേ. അയ്യോ, നാട്ടിലൊക്കെ പോണം, ഇവിടെ ഒന്നുമില്ല. പോട്ടെ. അപ്പോൾ പക്ഷേ ഈ ഇവിടുന്ന് ഞാൻ തെറ്റിദ്ധരിക്കാതെ, ഇവിടെ കിടക്കുന്ന പുള്ളിയെപ്പോലാണോ നമ്മുടെ ക്രിസ്താവ്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കരുത്. മാനവജാതിക്ക് വേണ്ടി ഈ ബോഡി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ ഉള്ളൂ. ഹി സ്റ്റിൽ ലീവ്സ്. ഓ, ഈ ദൈവത്തെ നമ്മൾ സേവിക്കുന്നതേ. അവൻ മനുഷ്യനല്ലെന്നേ, മനുഷ്യരായി നമുക്ക് വേണ്ടി വന്നതേ ഉള്ളൂ. അനാദികാലം മുതൽ അനാദികാലം വരെ ഉള്ളവൻ. ഹല്ലേലൂയ. അനാദി മുതൽ അനാദി വരെ ഉള്ളവൻ. ഈ ഇടയ്ക്ക് അവൻ മരിച്ചുപോയി. നിങ്ങളുടെ ദൈവം മരിക്കുന്ന ദൈവമാണ് ചോദിച്ചാൽ മറുപടി ഉണ്ടോ? ഉണ്ടെന്നേ. അവൻ മരിക്കുന്നവല്ല. നമ്മളെപ്പറ്റി അവൻ പറയുന്നല്ലോ, എന്നിൽ വിശ്വസിക്കുന്ന ഒരു കാലം മരിക്കത്തില്ലെന്ന്. അവനിൽ വിശ്വസിക്കുന്നവൻ മരിക്കത്തില്ലെങ്കിൽ അവൻ മരിക്കുമോ? ഇല്ലെന്ന് പറ. അവൻ മരിക്കത്തുമില്ല, ഉറങ്ങുന്ന പോലും ഇല്ലല്ലോ. നമുക്കില്ലയോ സമയം കിട്ടിയാലും ഉറങ്ങത്തേയാത്തെ. ഒരു ദിവസം പറഞ്ഞ് ഇന്നും പറഞ്ഞും ലേറ്റായി വന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? എന്താണെന്നറിയാമോ? ഞാൻ പേര് വിളിച്ച് ചോദിക്കണം എന്താന്ന്. കുറ്റമൊന്നുമല്ല, പലപ്പോഴും ഞാൻ പറയും കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ മനുഷ്യരായില്ലയോ? എന്നാൽ അവൻ മനുഷ്യനായി നമുക്ക് കൊണ്ട് വന്നേ ഉള്ളൂ. അവൻ്റെ സ്വഭാവം ഞാൻ വിളിച്ചു പറയട്ടെ. ഇസ്രായേലിൻ്റെ പരിപാലകൻ. മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഒരു വാക്കുകൂടെ ചേർത്ത് വേണം, മരിക്കുന്നുമില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ കല്ലറയിൽ നിലവിട്ട് പോയാൽ നമുക്കറിയാം. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഒരുക്കി സുഗന്ധവർഗവും ഒരുക്കി ചില സഹോദരന്മാർ ഇരുട്ടത്ത് വെളുപ്പുള്ളപ്പോൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയത് അവൻ അറിഞ്ഞു. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? അറിഞ്ഞെന്നേ. അവരുടെ വിഷയം അവൻ അറിഞ്ഞു. അവരുടെ ഹൃദയത്തിൻ്റെ ഭാരം അവൻ അറിഞ്ഞു. വിഷയമുള്ളപ്പോഴും വിശ്വാസ ചുവടെടുത്ത് മുൻപോട്ട് വെച്ചതും അവൻ അറിഞ്ഞു. നിന്റെ ജീവിതത്തിൽ ആരും അറിഞ്ഞില്ലെങ്കിലും നിന്റെ വിഷയം അറിയാവുന്ന ഒരുവൻ, അവൻ മരിച്ചവനല്ല, ഉയർത്ത് ജീവിക്കുന്നവനാ.
ഓ ഹല്ലേലൂയ. അവൻ അറിഞ്ഞേ വീട്ടിൽ നിന്ന് ഇറങ്ങുക. മഗ്ദലേക്കാരത്തി മറിയയും മറ്റു പ്രിയപ്പെട്ടവരും സലോമി എല്ലാം കൂടെ ഇറങ്ങിയപ്പോൾ ഞാനങ്ങ് വിചാരിക്കുക, സ്വർഗത്തിൽ വസിക്കുന്നവൻ അല്ലെങ്കിൽ കൂടെ ഉള്ളവൻ നോക്കുക. അയ്യോ, എന്നോട് കൂടെ 3.5 വർഷം ജീവിച്ചവർ, എന്നോടുകൂടെ പാർത്തവർ, ഒരു കൊട്ട എടുത്തുകൊണ്ട് പോയവർ, കൂടെ ഭക്ഷിച്ചവർ ആരുമില്ലായിരുന്നു ഈ സഹോദരിമാർ. പക്ഷെ അവർക്കൊരു വിഷയമുണ്ട്. കല്ലറ വാതിൽക്കൽ നിന്ന് ഹി റിമെമ്പേർഡ് them. അവനവരെ ഓർത്തു. അവനവരെ ഹൃദയഭാരമുള്ളവരെ ഓർക്കും ദൈവമാണ് നമ്മുടെ ദൈവം കേട്ടോ. ഇതാരും അറിയാത്ത മാനസികമായ വ്യഥയും ഹൃദയത്തിൻ്റെ ഭാരവും. എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോൾ വിഷയം നമ്മൾ അറിയും. ആരും അറിയാതെ ആരും പറയാത്ത വിഷയമുള്ളവരുണ്ട്. അതും അറിയുന്ന ഒരുവൻ. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? അതും അറിയുന്ന ഒരുവൻ. ദൈവമേ, നിനക്കറിയത്തില്ല, നിന്നെപ്പറ്റി അറിയുന്ന ഒരുവനുണ്ടെന്ന്. ഞാനങ്ങ് ചിന്തിക്കാം. എൻ്റെ ഒരു ഭാവനയാണ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ അവരെ അറിഞ്ഞു. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? അനുശോചന യോഗത്തിന് പോവല്ല. ഇവരെന്തിനോട്ടാണ് പോകുന്നറിയാമോ? അവനോടുള്ള സ്നേഹം അല്ലേ? അങ്ങനല്ലേ? അന്നേ ഞങ്ങൾക്ക് ഇനി മരിച്ചു പോയാലും അവൻ്റെ ബോഡി ഒന്ന് കാണണം. ഞങ്ങൾ ഈ ഒരുക്കിയത് കൊണ്ടുവന്ന് അവൻ്റെ പേരൊന്ന് പൂശണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കല്ലറ വാതിക്കൽ വലിയ കല്ല്. ഞാനങ്ങ് പറയട്ടെ, ഈ വരുന്നത് അറിഞ്ഞവൻ അവരെ ഓർത്ത് ദൂതനെ അയച്ചു. ഈ വചനം വ്യക്തിപരമായി ഒന്ന് എടുക്കുന്നുണ്ടോ? ഏറ്റ് നിന്നെ അറിഞ്ഞവൻ ഈ ദിവസങ്ങളിലൊന്നിൽ നിനക്ക് വേണ്ടി ദൂതനെ അയക്കുമെന്നേ. മുൻപോട്ട് പോട്ടെ. എല്ലാവരും പോയി യോഹന്നാന്റെ സുവിശേഷത്തിൽ. പക്ഷേ രാവിലെ ഇരുട്ടുള്ളപ്പോൾ മഗ്ദലിക്കാരത്തി മറിയ, അവൾ ആ വീടുകളിൽ പോയി. അവരെല്ലാം ഒന്നിച്ചൊന്നുമല്ല ശിഷ്യന്മാർ. വീടുകളിൽ പോയി വിവരമെല്ലാം അറിയിച്ചു. അറിഞ്ഞവനൊക്കെ അത് കഥ പോലെ തോന്നി. പലർക്കും ഈ തിരുവചനവും സുവിശേഷവും കഥ പോലെ തോന്നുമ്പോൾ വചനത്തിലെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വെളിയിലുള്ളവരുടെ കാര്യമല്ല ഈ പറയുന്നേ, കൂടെ നടന്നവരുടെ കാര്യമായി പറയുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൂശി ഞാൻ പോകുമെന്ന്. ഈ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞിട്ടില്ലേ? യോ, നമ്മൾ വായിച്ചു അത് ഒന്നും വിശ്വസിച്ചില്ലെന്നതുവരെ. പിന്നെ എന്തിനാ കൂടെ നടന്നത്? ഞാൻ അവരെ കണ്ടം ചെയ്യുമല്ല, ദൈവം അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വിവരം ഓടിപ്പോയി പറഞ്ഞു. യോഹന്നാനും പത്രോസും ഓടി വന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ആ വായിച്ചു നിർത്തിയ വാക്യം എന്തുവാ? അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലേക്ക് പോയി. വന്നു, കണ്ടു, വന്നതുപോലെ പരന്തോ മറിയോ എന്നാ എന്താ ചെയ്യുന്നത്? അക്ഷരമൊന്നുമല്ല. ബട്ട് മേരി. ഇംഗ്ലീഷ് ഹിന്ദി എന്താലോ മലയാളം എന്തുവാ? എന്നാൽ മറിയ. ബൈബിളിലേക്ക് ഓരോ വാക്കിനും ഖനമുണ്ടെന്നേ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ആ വായിക്കേണ്ട ഖനത്തോട് വായിക്കണം. എന്നാൽ മറിയ. എന്താ കാര്യം? നിൽക്കേണ്ടവർ അവിടെ നിൽക്കാതിരുന്നപ്പോൾ, നിൽക്കണ്ട എന്ന് തോന്നുന്ന ഒരുവൾ അവിടെ നിൽക്കുന്നു. ഇതാര് കണ്ടു? നിൽക്കേണ്ടവരാരാ? ഒന്നാമൻ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളിൽ ആരാ വലിയവരെന്ന് വഴക്കുണ്ടാക്കിയവരവരൊക്കെ. അമ്മച്ചി വന്ന് പറഞ്ഞു അങ്ങ് ഈ അടുത്ത് പടുത്ത് ഇരുത്തണമെന്നൊക്കെ.
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ആ 3.5 വർഷത്തെ പോക്ക്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ ഇവനെപ്പറ്റി ഇതാ പോകുന്നു, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയ യാത്രയാണ്. എവിടെ കൊണ്ട് അവസാനിച്ചു? കല്ലറ കൊണ്ട് അവസാനിച്ചു, ക്രൂശ് കൊണ്ട്. ഞാൻ അവരെ കുറ്റം പറയുമല്ല, അവരുടെ പ്രതീക്ഷയെല്ലാം ഞങ്ങൾ വിചാരിച്ചപ്പോഴല്ല ഇത്. നമുക്ക് പലപ്പോഴും അങ്ങനെ പറയാനില്ലെങ്കിലും ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട്. പല പ്രതീക്ഷയോട് ഇറങ്ങിയവർ ഇന്ന് വിശ്വാസത്തിലില്ലാത്തത്. ഒരു സഹോദരി ഞാൻ പറഞ്ഞിട്ടുണ്ട്, സഹോദരനും സഹോദരിയും മാത്രമേ ഉള്ളൂ, അപ്പനും അമ്മയും ആരുമില്ല. അവർ രണ്ടുപേരും ഡൽഹിയിലും തമിഴരാ. വളരെ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഹിന്ദു കൺവേർട്ടാ. ഒരു സുപ്രഭാതത്തിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ബസ്സേ കയറി, ബസ്സേ കൈ കിട്ടിയില്ല, പിടിക്കാൻ ഗ്രിപ്പ് കിട്ടിയില്ല, താഴെ വീണു. പുറയിലത്തെ വീല് കയറി പെങ്ങൾ മരിച്ചുപോയി. ഞങ്ങളാണ് ഫ്യൂണറൊക്കെ നടത്തി. പക്ഷേ ആ സഹോദരൻ ചോദിച്ചു, എന്നോട് എന്തിനാ ദൈവം ഇങ്ങനെ ചെയ്തത്? വിശ്വാസത്തിന് പോയി. ഞാൻ ഇന്ന് എൻ്റെ എന്തുവാ ആ സഹോദരൻ്റെ പേരെന്തുവാ? മോൻസി. എന്തോന്ന് പറ. ചിലപ്പോൾ ഇമോഷണൽ ആകുമ്പോൾ ഒരു പാട്ടൊക്കെ പാടുന്നതാണ്, ചുമ്മാ ചിരിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, പാടാൻ. ആശ്ചര്യം ഇപ്പം വേണ്ട. നിങ്ങൾക്കറിയത്തില്ല കേട്ടോ ക്രിസ്ത്യ ജീവിതത്തിന് മാറ്റം. അതുപോലെ പോകാൻ എത്ര സാഹചര്യം വന്നു. ഇന്ന് വരെ പിടിച്ച് നിന്നതാണോ നിർത്തിയതാണോ? നിർത്തിയതാന്നേ. ഞാൻ ശിഷ്യന്മാരെ കുറ്റം പറയത്തില്ല. അവർ ഒത്തിരി പ്രതീക്ഷയോടാ നിൽക്കുന്നു. നിങ്ങൾ ആരെങ്കിലും പടങ്ങി വിടുമോ? വല വിടുമോ? ഉപജീവന മാർഗം വിടുമോ? അറിയാൻ വയ്യാത്ത മസിയാണെന്ന് ക്ലെയിം ചെയ്യുന്നത് അങ്ങനെ ക്ലെയിം ചെയ്തില്ല. ഒരു ഗുരുവിൻ്റെ ഒരു യഹൂദന്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടു. എന്തായി തീരുമെന്നുള്ള വിചാരമേ ഉള്ളൂ, ഒന്നും കണ്ടില്ല. അവസാനം ഈ ഗുരുവിനെ പിടിച്ച് ക്രൂശിച്ചാൽ എന്തു ചെയ്യും? മനുഷ്യരായ ചിന്തിക്കുമ്പോൾ തെറ്റൊന്നുമല്ല അവരുടെ. പക്ഷേ അതിൻ്റെ മധ്യേ ഒരുവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. അവളെ ആര് കണ്ടു? യേശു കണ്ടെന്നേ. അവളെ യേശു കണ്ടു. നിന്റെ കരച്ചിൽ കാണുന്ന ഒരുവൻ, സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വന്നപ്പോൾ പോകാതെ നിന്നത് കണ്ട ഒരുവൻ. ഒരു സ്വതന്ത്രം പറയാമോ? മുൻപോട്ട് പോകാൻ ഒട്ടും വഴിയില്ല എന്ന് കണ്ടപ്പോൾ അവിടെ നിന്നിട്ട് ഉയരത്തിലേക്ക് നോക്കിയ ഒരുവനെ കണ്ട ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ നമ്മൾ സേവിക്കുന്നേ. ഒരു വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്ന് നിന്നെ അവൻ വിട്ടു പോകുന്നവനല്ല. അവൻ കണ്ടു, അറിഞ്ഞു. He remembered and he himself revealed to her. അവൻ തന്നെ വെളിപ്പെടുത്തിയ ദിവസമാണ്, അല്ലയോ? സ്വർഗീയ പ്ലാൻ ചേഞ്ച് ചെയ്തു. മറിയേ എന്ന് അവൻ വിളിച്ചു. നിനക്കറിയാമോ, ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് ആദ്യത്തെ സാക്ഷ്യം വഹിച്ച വ്യക്തി ആരെന്നറിയാമോ? മഗ്ദലക്കാരത്തി മറിയ. ദൈവത്തിൽ നിന്നെക്കുറിച്ച് പർപ്പസ് ഉണ്ടെങ്കിൽ, ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് നിന്നെക്കുറിച്ച് പർപ്പസ് ഉണ്ടെങ്കിൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം കൂടിയാവൻ. യെസ്, അങ്ങനെ തന്നെ ഭക്തൻ വിശ്വസിക്കണം. ആരെല്ലാം എന്തുമല്ല എങ്ങനെയെല്ലാം കൊണ്ടുവന്നാലും, എല്ലാ വഴികളും അടഞ്ഞു വന്നാലും, ദൈവത്തിന് നിന്നെക്കുറിച്ചോ നിന്റെ കുടുംബത്തെക്കുറിച്ചോ നിന്റെ തലമുറയെക്കുറിച്ചോ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ
അവൻ അറിയുന്നവൻ മാത്രമല്ല, തന്റെ സമയത്ത് നിന്നെ ഓർക്കുന്നവൻ കൂടെയാ. യെസ്, ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഈ ദൈവത്തെയാ. വല്ലോ അവിടെ ഇവിടെ വയ്ക്കുന്ന ഗ്രഹവിഗ്രഹങ്ങളെ ഒന്നുമല്ല നമ്മൾ സേവിക്കുന്നത്. ജീവനുള്ള ദൈവത്തിലേക്ക് നമ്മൾ തിരിഞ്ഞതാ. ഓ, praise the Lord, praise the Lord, hallelujah. Oh, praise you Jesus, praise you Lord, hallelujah. മഗ്ദലക്കാരത്തി മറിയ സാക്ഷ്യം വഹിച്ചു. മറ്റുള്ളവർക്ക് കഥ പോലെ തോന്നി. ഞാനത് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. സ്ത്രീയെ, നീ ഈ പ്രസംഗത്തിൻ്റെ ഞങ്ങൾക്ക് പലപ്പോഴും അറിയത്തില്ല എവിടെല്ലാം ഈ വിഷയം ചെന്നെത്തുന്നു. പക്ഷെ ഒന്നറിയാം, എന്നോട് സംസാരിച്ചിട്ടാണ് പറയുന്നത്. ഇതാ ഞാൻ പറയുന്നത്, തിരുവചനം ധ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടിരിക്കണമെന്ന്. ഞാനും ബിൽസനൊക്കെ ഉണ്ട്. ഞങ്ങൾ ടെന്നസി പോയി കഴിഞ്ഞ വർഷം. അല്ലാതെ പോയത് ടെന്നസി ചെന്നു. ഡൽഹിയിൽ ഒരു കുടുംബം അവിടെ ഉണ്ട്. ഡൽഹി രാജാങ്ങാൻ ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരുന്ന പേരെന്തുവാ, സാബു, ഒരു സ്കൂളിൻ്റെയൊക്കെ ഉത്തരവാദിത്തമുള്ള ആളാണ്. ഇവിടെ വന്നു. ഒത്തിരി ആദരവോടെ ഞങ്ങളെ സ്വീകരിച്ചു. ആ സഹോദരി പറഞ്ഞൊരു കാര്യം ഞാൻ അന്നേരം ഒന്നും ഇമോഷണലായില്ലേ, ഞാൻ ഒത്തിരി കാലം ഓർത്തത്. ആ സഹോദരി ഇനി എല്ലാ വഴിയും അടഞ്ഞ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് ദൈവത്തിൽ കരഞ്ഞുകൊണ്ട് വന്ന് ആരാധനയ്ക്ക് വന്ന ദിവസമാണ്. പഴയ ഒരു 5-6 മാസം മുൻപത്തെ കാര്യമായി പറയുന്നത്. പാസ്റ്റർക്കത് അറിയത്തില്ല. പക്ഷേ അന്ന് ഞങ്ങളുടെ അവസ്ഥ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അന്ന് പാസ്റ്റർ ശുശ്രൂഷിച്ചില്ലേ, സ്ത്രീയെ നീ കരയുന്നത്. ആ വചനമാ എന്നെ ധൈര്യപ്പെടുത്തുന്നത്. ആ സഹോദരി പറഞ്ഞ കേട്ടോ, അവിടുന്ന് അങ്ങോട്ട് ദൈവം വഴിമാറ്റി. ദൈവത്തിലെ ഈ വചനം ഏറ്റെടുത്താലുണ്ടല്ലോ, ദൈവം റൂട്ട് തിരിച്ചുവിടും ദൈവമാണ്. ഞങ്ങളൊക്കെ പ്രത്യേകിച്ചു. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കിത് അറിയുന്നത് അന്നിങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന്. നമ്മുടെ ദൈവം വിശ്വസനാകട്ടോ. ആൾക്കാർ പോയാലും ഇതിന് മാറ്റമില്ല. പറയുന്നവൻ പോയാലും പറഞ്ഞ വചനത്തിന് മാറ്റമില്ലെന്ന്. ദൃക്സാക്ഷി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അവിടെ കരച്ചിൽ കണ്ടു. അപ്പൊ കരയുന്നതും കാണുന്ന ദൈവമാണ്. അവന് ചോദ്യം എന്തുവാ? സ്ത്രീയെ, എന്താ കാര്യം? നീ അന്വേഷിക്കുന്നവൻ ഈ തോട്ടത്തിലുണ്ട്. മനസ്സിലായില്ല? നീ അന്വേഷിക്കുന്നവൻ ഈ തോട്ടത്തിലുണ്ട്. നീ അന്വേഷിക്കുന്നവൻ ഇവിടെ ഉണ്ടെന്നേ. നീ അന്വേഷിക്കുന്നവൻ ഈ സഭയിലുണ്ട്. നീ ഹൃദയഭാരത്തോടെ അന്വേഷിക്കുന്നവൻ നിന്റെ അടുത്തുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. എന്താ കാര്യം? ഐ റിമെമ്പേർഡ് യുവർ ഡീഡ്സ്, വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ ഇൻ ലവ് ടുവേർഡ്സ് മീ. ഐ റിമെമ്പേർഡ് ദാറ്റ്. നിന്നെ വിട്ടുപോകാത്ത എൻ്റെ സമയം മുമ്പോട്ട് പോകുന്നു. ഈ വായിച്ച വേദഭാഗത്തേക്ക് വരട്ടെ. ഒന്ന് വായിക്കാം. 6, 7, 8, 20. ആ ആ
ഞാൻ വായിച്ചപ്പോൾ അത് മലയാളവും വായിച്ചു, ഇംഗ്ലീഷും വായിച്ചു. മലയാളത്തിൽ ശീലകൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അയ്യോ, 6 തോന്നുന്നു, അതോ 7 ഒന്ന് വായിച്ചാൽ. ശീലകൾ എന്ത് ചെയ്യുക? താഴെ കിടക്കുക. അടുത്ത് അത് ശീലകളോടെ അല്ല, അത് മാറ്റി അപ്പുറത്ത് മലയാളത്തിൽ ചുരുട്ടി വെച്ചിരിക്കുന്നതായിരിക്കുന്നത്. ആൻഡ് ദ handkerchief, verse 6. Then Simon Peter came following him and went into the tomb, and he saw the linen clothes lying there, and the handkerchief that had been around his head, not lying with the linen clothes, but folded together. മടക്കി വെച്ചിരിക്കുന്ന ചുരുട്ടിയത്. Folded together in a place by itself. അങ്ങോട്ട് മാറ്റി. അത് ഞാനിതുവരെ ഈ വിഷയത്തെപ്പറ്റി ആരും ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടില്ല. നിങ്ങൾ കേട്ട് കാണും. പക്ഷെ ഞാൻ ചിന്തിച്ചു അടുന്നു, ഇതെന്താ ഇങ്ങനെ? കുറച്ച് തുണി ഇദ്ദേഹത്തുനിന്ന് അവിടെ കിടപ്പുണ്ട്. പക്ഷേ പ്രത്യേകം ചെയ്തിരിക്കുന്നു. പക്ഷേ ഹാൻകർച്ചീഫ് അഥവാ നാപ്കിൻ തലയെ ചുറ്റിയത് അത് മടക്കി. ഹല്ലേലൂയ. ഇനി മൂലഭാഷ. ഗ്രീക്കില് മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് ഒരു പുസ്തകത്തിനകത്ത് എൻ്റെ ഗ്രീക്ക് എഴുതിയിട്ടുണ്ട്. ശീലകൾക്ക് എൻ്റെ ഭാഷ എന്താ? ഒധാനിയോൻ, അങ്ങനെ കണ്ട. ഈ ഗ്രീക്കൊക്കെ പഠിക്കുന്നവരിപ്പുണ്ട്. പുള്ളി എന്നെ നോക്കി ചിരിക്കുന്നു. പഠിക്കുന്നില്ല? നന്നായി. ഹീബ്രുവാ പഠിക്കുന്നത്. എന്നാൽ ഗ്രീക്ക് എഴുതിയിരിക്കുന്നത്, ഹീബ്രുവല്ല. ഒധാനിയോൻ എന്ന് എഴുതിയിരിക്കുന്നു ഗ്രീക്കിൽ. പക്ഷേ ആ ഹാൻകർച്ചീഫിന് സുഡാരിയോൻ എന്ന് എഴുതിയിരിക്കുന്നു. ഇത് രണ്ടാ. ശീലകൾ ചുറ്റിയതാ ശീലയാ, അത് ഇവിടം വരെ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് സുഡാരിയോൺ, ഹാൻകർച്ചീഫാ. അതിന് മലയാളത്തിൻ്റെ റൂമാ. അപ്പോൾ യോഹന്നാൻ 19:40 ഒന്ന് വായിച്ചേ. വായിച്ചതാ. ശവമടക്കുന്നതിന് എന്തുണ്ട്? ഒരു സിസ്റ്റം ഉണ്ടെന്നേ. വെറുതെ പണ്ട് ന്യൂയോർക്കിൽ 18 മിനിറ്റ് ട്രക്കിനകത്തോട്ട് ബോഡി എടുത്തുകൊണ്ട് പോയ കണ്ടോ? അതെല്ലാം കൂടെ വലിയ കുഴിയിലോട്ട് മറിച്ചിരുന്നാണല്ലോ. അങ്ങനൊന്നും അല്ല സിസ്റ്റം. പ്രൈസ് ദി ലോർഡ്. ഈ ബോഡിയോട് എവിടം വരെ ശീലകൾ ചുറ്റണം, അതിന് മേൽപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് യഹൂദയ്ക്ക് മര്യാദയുണ്ട്. സ്തോത്രം. അതെന്താണെന്നറിയാമോ? അതായത് ഈ യോഹന്നാൻ 11 നമ്മുടെ പുള്ളിയുണ്ടല്ലോ, ലൈസർ, അദ്ദേഹത്തിൻ്റെ ഒന്ന് വായിച്ച്. എവിടെ എഴുതിക്കുന്നത്? 11. 11. അയ്യോ, ഓക്കെ. എവിടെ പോയി ഞാൻ എഴുതി വെച്ച് കാണുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അയ്യോ, ഞാൻ തന്നെ എടുക്കേണ്ടി വരും, എനിക്കറിയാം. അത് തന്നെ 44. അതല്ല. എന്നാ അത് മതി. മരിച്ചവൻ പുറത്തു വന്നു. ശരീരം നായിൻ്റെ വരുന്ന കാലം കൈ അന്നേരം കണ്ട് പറയുന്നുള്ളൂ. ശീലവന് കെട്ടിയും മുഖം, അത് ആ സിസ്റ്റം. അങ്ങനെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്? യേശു കർത്താവിനെയും
അടക്കിയത്. ഇനിയും യഹൂദന് ചില മര്യാദകളുണ്ട്. അത് ബൈബിൾ സ്കോളേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല, ബൈബിൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മതി, പഠിതാക്കൾ. കാരണം ഈ ഡിക്ഷണറി അതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, അതിലൊന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പുസ്തകം, അത് എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണേ. അത്താഴത്തിന് പോകുമ്പോൾ യഹൂദൻ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാപ്കിൻ തരും. ഇവിടെ ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും ഇതിടാതെ വസ്ത്രത്തിലൊക്കെ മഞ്ഞൾ പിടിപ്പിച്ച് വരുന്നവരുമുണ്ട്. നോക്കണേ, ആവശ്യമില്ലാതെ നോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ചൂട്. ഇതെന്തിനാ തന്നിരിക്കുന്നത്? അതെ, അല്ല അവരുടെ കഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലേ, മറ്റൊന്നും ചിന്തിക്കരുത്. ഇത് വസ്ത്രം മലിനമാകാതിരിക്കാൻ ഏത് സാഹചര്യത്തിലും വസ്ത്രത്തെ എന്ത് ചെയ്യരുത്? ഈ നാപ്കിൻ തരും. ഈ നാപ്കിന് ഇടയ്ക്ക്, ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നങ്ങോട്ട് പോകേണ്ടി വന്നാൽ ഈ നാപ്കിന് ഇങ്ങനെ ഇട്ടിട്ട് പോകത്തില്ല. ഇത് മടക്കും. ഇത് മടക്കിയിട്ട് സൈഡിൽ വെക്കും. അർത്ഥം, ഐ ആം നോട്ട് ഡൺ യെറ്റ്, ഐ വിൽ ബി ബാക്ക്. പറഞ്ഞു മനസ്സിലായി? ഐ ആം നോട്ട് ഡൺ യെറ്റ്, ഐ വിൽ ബി, ഞാൻ മടങ്ങി വരും. എൻ്റെ കഴിഞ്ഞില്ല, എൻ്റെ പ്രവൃത്തി. പ്ലേറ്റ് ഒന്നും എടുത്തുകൊണ്ട് പോകല്ലേ, ഞാൻ മടങ്ങി വരുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് വരെ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ഒരു ക്രൂശ് കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ. എല്ലാം വീട്ടാണെന്ന് പോയി, ഇല്ലില്ല, ഇനി ഉണ്ടവൻ. അത് ഞാൻ പിന്നീട് പറയാം. മൂന്നെണ്ണം ഉണ്ട്, സമയം കിട്ടുമെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് നമ്മുടെ ജയ്സന്റെ മുഖം മാറുന്നോന്ന് നോക്കുകയാണ്. എന്തോ അങ്ങോട്ട് നോക്കാൻ. അന്ന് പൈസ കൊടുത്തൊരു കഥ ഉണ്ടാക്കി. ഇതൊക്കെ പറഞ്ഞാലും ഇനി വന്നേ, ഞങ്ങളൊരു കാര്യം, കുറച്ച് പൈസ എടുത്തു, ഇങ്ങനെ പറയണം. ആരുമില്ലാതിരുന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനെ എടുത്തോണ്ട്, കള്ളൻ എവിടെ റൂമാനം മടക്കാൻ സമയം? പറഞ്ഞു മനസ്സിലായോ? അവനെ കള്ളൻ എടുത്തുകൊണ്ട് പോയില്ല എന്നുള്ള തെളിവായി. കഥയുണ്ടാക്കുന്നവൻ്റെ കഥ പൊളിക്കുന്ന മാർഗമായത്. ഒരു സ്തോത്രം എന്ന് പറയാമോ? ഞാനങ്ങ് വിളിച്ച് വടക്കേണ്ടിലൊക്കെ ഞങ്ങളെ വാത്സല്യ പ്രിയപ്പെട്ട ദേവദാസന്മാരും വിശ്വാസികളും കഥയുണ്ടാക്കിയ ജയിലിലാക്കിയിരിക്കുന്നത്. ദൈവജനം പ്രാർത്ഥിക്കണം, കഥയുണ്ടാക്കിയവരെ കഥ പൊളിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നു. ആ അവസ്ഥയിൽ പോകുന്നവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ഒരു തെറ്റും ചെയ്യാതെ സ്റ്റോറി മേക്ക് ചെയ്ത് അവർക്കെതിരായി എഴുത്തുണ്ടാക്കി, FIR ഉണ്ടാക്കി ജയിലിലായിരിക്കുക 5 വർഷം 10 വർഷമൊക്കെ. കഥ ഇത് ഇന്ന് തുടങ്ങിയതല്ല. നസ്രയന് വേണ്ടി കഥ എഴുതി. ഈ കഥയൊന്നും നടക്കത്തില്ലെന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വെളിപ്പെടുത്തിയെന്ന്. 3, ഹോളി ഓഫ് ഹോളീസിലേക്ക് പ്രവേശിക്കുമ്പോൾ വസ്ത്രം മാറണം. ഇവിടെ ശുശ്രൂഷിച്ച വസ്ത്രം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ കേറാൻ വസ്ത്രം മാറണം. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ
എബ്രായലേഖനം 7, 8, 9 വായിക്കണ്ട. പക്ഷേ വാക്യത്തിൽ അവിടെ തൊണ്ട്, അത് അധ്യായം 3 അധ്യായം വായിക്കണം. അവൻ എന്തുവാ ചെയ്യുന്നറിയാം. അവിടെ കയറി ഇറങ്ങി വരുമ്പോൾ വസ്ത്രം മാറണം, എന്നിട്ട് വെളിയിൽ വരാൻ പറ്റത്തുള്ളൂ. അതും ഒരു തെളിവായിട്ട് കണ്ടു. ഇതൊന്നുമല്ല എൻ്റെ വിഷയം. ഒന്നാമത്തേത് വരും ഞാൻ. നാലാമത്തെ അതെൻ്റെ ചിന്തയാ, ബൈബിളിലില്ല കേട്ടോ. അവൻ ഉയർത്തെഴുന്നേറ്റു, ശീല തന്നെ താഴെ വീണു. ഈ ലോകത്തിലെ ഒരു ശീലയും ഒരു ബന്ധനവും അവനെ ബന്ധിക്കാൻ പറ്റത്തില്ല. ലാസറിന്റെ ശീല വീടില്ല. നിങ്ങൾ അവൻ്റെ കെട്ടിരിക്കാനാ പറഞ്ഞു. ഇവൻ്റെ കെട്ടിരിക്കാൻ ആരും വേണ്ട കേട്ടോ. ഓ, അതാ എൻ്റെ യേശു. അവൻ്റെ കെട്ടിരിക്കാൻ ആരും വേണ്ടതേ, തന്നെ അഴിഞ്ഞുപോയി. എൻ്റെ വിഷയം പറയുന്നുണ്ടോ? ഹി റിമെമ്പേർഡ് യുവർ ഡീഡ്സ്. പക്ഷെ അതിനു മുമ്പ് ഓർത്തു. എൻ്റെ ഒരു ആശയം, ഞാൻ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. അവൻ ആ കല്ലറയിൽ ഉയർത്തി നിൽക്കുമ്പോൾ വസ്ത്രം ഊരിപ്പോയി. വസ്ത്രം അടുത്തത് മുഖത്ത് റുമാൽ. എന്താ ഓർത്തെന്നറിയാമോ? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. മുൾക്കിരീടം ധരിച്ചിട്ട് മുള്ളിൻ്റെ ഇടയിൽ കൂടി രക്തം വാർന്നൊലിച്ച് തുപ്പൽ ഏറ്റ ഒരു മുഖം, മുഖത്തെ രോമം വലിച്ചെടുത്തിട്ട് രക്തം വമിക്കുന്ന മാംസം ഇളകിയ ഒരു കണ്ടാൽ വല്ല പാട്ടുമുണ്ടോ? കണ്ടാൽ ആളല്ല. എവിടെ എഴുതിയിരിക്കുന്നത്? യെശയ്യാവ് 52 അവസാനവും 53 ആരംഭം മുതലും. പാഷൻ ഓഫ് ക്രൈസ്റ്റിനകത്തെ ക്രിസ്തുവിന്റെ കഷ്ടതയൊന്നും അതിൻ്റെ ഒരു 10% പോലും ഇല്ല കേട്ടോ. എന്നിട്ട് ആ മൂവി കണ്ടിട്ട് അലറിക്കരഞ്ഞവരെ എനിക്കറിയാം. കണ്ടാൽ ആളല്ല. അങ്ങനെ 51 കിട്ടിയ ഭാഷ. ആ ആ അടുത്തത് രൂപഗുണം ഇല്ല. അടുത്തത് കോമളത്വം ഇല്ല. അവൻ്റെ പേര് 10,000-ങ്ങളിൽ അതിസുന്ദരൻ. ഇവിടെ എന്തുവാ? കോമളത്വം ഇല്ല. അടുത്തത് കണ്ടാൽ ആഗ്രഹിക്കത്തക്ക. അടുത്തത് അവനെ നോക്കുന്നു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും. ആ മതി മതി മതി. അവനെ കാണാൻ പോലും ജനം ആഗ്രഹിച്ചില്ല. മുഖം അത്ര നിന്നതിനായി കിടക്കുന്ന യേശു. ശ്രദ്ധിക്കണേ. നിങ്ങൾ ആ ക്രൂശിൽ ഇറക്കിലേക്ക് വരാമോ? ആ ക്രൂശിൽ നിന്ന് ഇറക്കിയപ്പോൾ ആ മുഖം ഒന്ന് ക്ലീൻ ചെയ്യാൻ ആരുമില്ല. ആ മുഖം ഒന്ന് ഏത് മുഖമാ? കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയപ്പോൾ നോക്കിയ മുഖം. ഞാൻ വിവരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ആ മുഖം ഒന്ന് ക്ലീൻ ചെയ്യാൻ ആരുമില്ല. 2 പേർ മുമ്പോട്ട് വന്നു. ഞാൻ എൻ്റെ ഭാവന പറയുക, അറിയുന്നു? നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി ഇല്ല. കർത്താവ് അറിയുന്നുണ്ടെന്നേ. അവനെ മൺമറിഞ്ഞു പോയില്ല. ഈ 2 പേർ ചെയ്തത് അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. കൂടെ നടന്നവരും കൂടെ താമസിച്ചവരും നന്മ അനുഭവിച്ചവരൊക്കെ വിട്ടുപോയപ്പോൾ എൻ്റെ ഉള്ള അവസ്ഥയിൽ എന്നെ സ്നേഹിച്ച്
എന്നെ ടേക്ക് കെയർ ചെയ്ത 2 വ്യക്തികൾ. Praise the Lord. ഞാനത് വിചാരിക്കുന്ന അവരെ അവൻ ഓർത്ത് കാണും. ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും എന്റെ ദേഹത്തെ സുഗന്ധവർഗം പൂശിയതും എന്റെ ശരീരം ശീലയാൽ ചുറ്റിയതും എന്റെ തല കയ്യിലെടുത്ത് മുഖം തുടച്ചിട്ട് റൂമാൽ കൊണ്ടു മൂടിയതും അവരോട് എനിക്കൊരു മെസ്സേജ് കൺവേ ചെയ്യണം. എൻ്റെ പ്രവൃത്തി കഴിഞ്ഞിട്ടില്ല, ഞാൻ മടങ്ങി വരും, ഞാൻ നിങ്ങളെ ഓണർ ചെയ്യുക. ഞാനൊരു കാര്യം പറയട്ടെ, ആരും അറിയാതെ കർത്താവിന് വേണ്ടി ചെയ്തവരെ ഓണർ ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്നേ. ഒരു സ്വതന്ത്രമെന്ന് പറയണേ. നമ്മളൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അറിഞ്ഞത് കേട്ടിട്ട് നമ്മെ കുറ്റപ്പെടുത്തുന്ന ലോകമാണ്. ചിലരൊക്കെ പറയാറുണ്ട്, ചിലർ പാസ്റ്റർ എന്ന് പറയും, ചിലർ ആഴ്ച എന്ന് പറയും, ചിലർ മാധ്യമമെന്ന് പറയും, ചിലർ അച്ചായൻ എന്ന് പറയും. അറിയാമല്ലോ എല്ലാ ഗ്രൂപ്പും എൻ്റെ ഓടുണ്ടെന്ന്. അച്ചായനെ കളിപ്പിച്ചു, രാജച്ചാൻ എത്ര അനുഭവിച്ചാലും പഠിക്കത്തില്ല, കളിപ്പിച്ചുകൊണ്ട് പോയ കണ്ടോ. ആരോട് പറയാനാ? ഈ മനുഷ്യൻ കർത്താവ് പറഞ്ഞില്ലയോ, ഞാൻ അവനെ പോലെ ഉള്ളത് ഞാൻ അവനെ ഓർത്തുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ മറുപടി ഒന്നും കൊടുത്തില്ലെങ്കിലും ഹൃദയത്തിന് ഭാരമുണ്ട്. ഞാൻ ഈ ഭാഗത്തോട് നോക്കുന്നേ ഇല്ല, ഇങ്ങോട്ട് നോക്കും. എൻ്റെ ഭാര്യ മാത്രമൊന്നുമല്ലെന്നേ പറയുന്നുണ്ട്. ഞാൻ ആ കാര്യമാണ് പറയുന്നത്. നമ്മൾ എൻ്റെ അനുഭവം സാമിൻ്റെ അനുഭവം പറയാൻ പറ്റും എനിക്ക്. നമുക്ക് നാം ചെയ്യുന്ന കർത്താവിൻ്റെ പേരിൽ ചെയ്യുന്നത് പോഷത്വമായി തോന്നുന്ന ലോകാവകാശേ. നമുക്ക് ആരെങ്കിലും തുന്നിച്ച് നോക്കാൻ പറ്റുമോ? അവൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ടായോ? ഈ 12 പേരെ കൊണ്ടു നടന്നവൻ്റെ പിന്നാലെയല്ല നമ്മൾ പോകുന്നത്. കാണിച്ചു കൊടുക്കുന്നവരെയും സ്നേഹിച്ചോ? അവസാനം പറഞ്ഞ അവരെ സ്നേഹിച്ചെന്നല്ല പറയേ. ആരും അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ആദരിച്ച് ചെയ്താൽ നിന്നെ ആദരിക്കാൻ ദൈവം ഒരു ദിവസം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നോ? നിന്നിതനെന്നു ഞാൻ കരുതിയ അന്നാ മീറ്റിംഗ് കഴിഞ്ഞില്ല കേട്ടോ. നിന്നീതനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി എന്നെ മന്നിക്കും. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കും.